ഇന്ന് എല്ലാ പരീക്ഷകളും പ്രതിസന്ധിയിലാണ്. വിദ്യാഭ്യാസമാണ് ഒരു രാജ്യത്തെ നിർണയിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ ഭാഗധേയം തീരുമാനിക്കുന്നത്. യുവാക്കളാണ് നാളത്തെ ഇന്ത്യ. നീറ്റ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, UPSC, CBSE, CUET, അങ്ങനെ കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ പരീക്ഷകളും അപകടത്തിലാണ്, അവതാളത്തിലാണ്, അട്ടിമറിക്കപ്പെടുന്നു. മാഫിയ സംഘങ്ങളാണ് ഈ പരീക്ഷകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഹായ്, നമസ്കാരം. പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നരേന്ദ്രമോദി പാർലമെന്റിന്റെ പടിയിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. അതോടുകൂടി പാർലമെന്ററി ജനാധിപത്യം കൂപ്പുകുത്തി. പരീക്ഷ പേ ചർച്ച എന്നൊരു പരിപാടി പ്രധാനമന്ത്രി 2018 ആരംഭിച്ചു. അതോടുകൂടി എല്ലാ പരീക്ഷകളും പ്രതിസന്ധിയിലായി. മിത്രവും ദേശവാസിയും എന്ന് പ്രധാനമന്ത്രി രാത്രിയിൽ വിളിച്ചു പറഞ്ഞു. അതോടുകൂടി നോട്ട് നിരോധനം പ്രാബല്യത്തിൽ വന്ന് ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലായി. അതേപോലെ തന്നെ ഒരു സായങ്കാലത്ത് പ്രധാനമന്ത്രി മിത്രവും വീണ്ടും വിളിച്ചു. അതോടുകൂടി കോവിഡ് കാലത്ത് ലോക്ക്ഡൌണായി, കോടാനുകോടി ജനങ്ങൾ തെരുവിലായി. ഇന്ന് എല്ലാ പരീക്ഷകളും പ്രതിസന്ധിയിലാണ്. വിദ്യാഭ്യാസമാണ് ഒരു രാജ്യത്തെ നിർണയിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ ഭാഗധേയം തീരുമാനിക്കുന്നത്. യുവാക്കളാണ് നാളത്തെ ഇന്ത്യ. നീറ്റ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, UPSC, CBSE, CUET, അങ്ങനെ കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ പരീക്ഷകളും അപകടത്തിലാണ്, അവതാളത്തിലാണ്, അട്ടിമറിക്കപ്പെടുന്നു. മാഫിയ സംഘങ്ങളാണ് ഈ പരീക്ഷകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. CBSE 19 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് ഈ കേന്ദ്ര സർക്കാർ കളിക്കുന്നത്. അവസാനം സമ്മർദ്ദം വന്നപ്പോൾ CBSE ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ഈ CBSE മൂല്യനിർണയത്തിന് വേണ്ടി CBSE കണ്ടെത്തിയ കോയം എഡ്യൂടെക് എന്ന കമ്പനിയുടെ പിന്നിൽ ആരാണ്? ഈ കമ്പനിയും ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട വ്യക്തികളും തമ്മിലുള്ള അവിഹിത ബന്ധം എന്താണ്? ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തിയിരുന്നതല്ലേ? ഈ കമ്പനിയല്ലേ 2019 തെലങ്കാനയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കണ്ണുനീര് കുടിപ്പിച്ചത്? മൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് തെലങ്കാനയിൽ ഉണ്ടായ പ്രതിസന്ധി കാരണം 21 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തില്ലേ? ഈ കമ്പനി എന്തിനേറെ നമ്മുടെ കണ്ണൂർ സർവകലാശാല പോലും മാറ്റി നിർത്തിയില്ലേ? അപ്പോഴാണോ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായ CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് OSM ഈ കമ്പനിയെ ഏൽപ്പിച്ചത്? ആരാണ് ഈ കമ്പനിക്ക് പിന്നിൽ? ഇതൊന്നും ആരും പറയുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വേണ്ട. അവർക്ക് പിണറായിയുടെ വീട്ടിലെ റെയ്ഡ്, വീണയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് പ്രക്ഷോഭം നയിച്ചത്, EDയും CBIയും രംഗത്തേക്ക് വരുന്നു, പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ, ഒലക്കേട മൂട്. കേരളം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ EDയും CBIയും ഒക്കെ പരിശുദ്ധന്മാരാവും. കേരളത്തിന് അപ്പുറത്താണെങ്കിൽ അവർ കളങ്കിതരും. പോട്ടെ, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഓരോ പരീക്ഷയും. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു. ഇപ്പോൾ പറയുന്നു വ്യോമസേനയായിരിക്കും ചോദ്യപേപ്പറുകൾ എത്തിക്കാൻ പോകുന്നതെന്ന്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയ ശേഷം ഇനി നടക്കാൻ പോകുന്ന പരീക്ഷ. ഇനി വ്യോമസേന വിമാനത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല ഒരു പ്രതിരോധമെന്ന് പറയുന്നത്. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ അത് ചോരുന്നതാണ് യഥാർത്ഥ പ്രതിസന്ധി. ഈ CBSE പ്രതിസന്ധി ഉടലെടുത്ത ആ ദിവസം മുതൽ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. 2 കത്തുകൾ വസ്തുനിഷ്ഠമായി എല്ലാ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ കേന്ദ്ര സർക്കാരിന് അയച്ചിരുന്നു. അന്നൊന്നും പ്രതികരിക്കാത്ത ആൾക്കാർ ഇപ്പോൾ പ്രതികരിക്കാൻ വേണ്ടി രംഗത്ത് വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ കത്തിൽ എന്താണ് യഥാർത്ഥ കാരണങ്ങളെന്ന് ഞാൻ അക്കമിട്ട് നിരത്തിയിരുന്നു. അന്ന് സർക്കാർ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ വിദ്യാർത്ഥികളുടെ ദുരിതം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. 2 വിദ്യാർത്ഥികൾ, വേദാന്ത ശ്രീവാസ്തവ, അതുപോലെ തന്നെ സാർത്ഥക് സിദ്ധാന്ത്, ഈ കുട്ടികൾ ട്വിറ്ററിൽ തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെ പാകിസ്ഥാൻ ചാരന്മാരാക്കി ഈ BJPയുടെ ആൾക്കാർ, അവരുടെ ട്രോൾ ആർമികൾ അവിടെ കിടന്ന്
തേരോട്ടം നടത്തുകയായിരുന്നു. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അപാകതകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ രാജ്യദ്രോഹിയായി മുദ്രകുത്തുന്ന ഒരു സംഭവം. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ അവതാളത്തിലാകുന്ന ഒരു ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമഗ്രമായ അഴിച്ചുപണിയാണ് ഈ പരീക്ഷകൾ സംബന്ധിച്ച് വേണ്ടത്. എല്ലാ പരീക്ഷകളും കേന്ദ്രീകരിച്ചു ഡൽഹിയിലേക്ക്. അവർ നേരിട്ട് പരീക്ഷകൾ നടത്താതെ ഇടനിലക്കാരായ ചില കമ്പനികളെയും വ്യക്തികളെയും ഏൽപ്പിച്ചു. പല കമ്പനികളും കളങ്കഭരിതമായ കമ്പനികളാണ്, കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനികളാണ്. ആ കമ്പനികൾക്ക് പിന്നിലുള്ള ആൾക്കാർ ആരാന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടിരിക്കണം. ഈ പറയുന്ന കേന്ദ്രമന്ത്രിമാരൊക്കെ ഈ കോളനി വിരുദ്ധ സമീപനങ്ങളൊക്കെ സ്വീകരിക്കും. ഡീകോളനൈസേഷൻ ആണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയും. എന്നാൽ അവരുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് വിദേശത്തെ യൂണിവേഴ്സിറ്റികളിലാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ സമഗ്രമായിട്ടുള്ളൊരു പൊളിച്ചെഴുത്ത് വേണം. നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ എത്രയോ പരീക്ഷകൾ നമ്മൾ നടത്തുന്നു. നമ്മുടെ SSLC പരീക്ഷയും 12ാം ക്ലാസ് പരീക്ഷയും ഒക്കെ അതൊക്കെ കുറ്റമറ്റ രീതിയിലല്ലേ നമ്മൾ നടത്തുന്നത്. എന്നാൽ സർവ്വസന്നാഹങ്ങളുമുള്ള ഒരു സാമ്രാജ്യം കണക്കെയുള്ള ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള കഴിവ് പോലും ഈ സർക്കാരിനില്ല എന്ന് പറയുമ്പോൾ അത് ശക്തമായ നടപടികൾക്ക് വിധേയമാകേണ്ട കാര്യമാണ്. ഇത് കേവലം ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഈ സർക്കാരിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ സംവിധാനത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുക. ഇത് കേവലം ഒരു സംസ്ഥാനത്തെയോ ഏതാനും വിദ്യാർത്ഥികളെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഈ രാജ്യത്തിന്റെ ഭാഗധേയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതലമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം.